തൊഴിൽപരമായ സാമ്പത്തികമായ എല്ലാ തരത്തിലും അരാജകത്വവും കുറ്റകൃത്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു റിപ്പോർട്ടിൽ സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത് വ്യക്തമായി ഞങ്ങൾക്ക് ഉത്തരം വേണം എന്ന് WCC പറയുമ്പോൾ സർക്കാരിനൊരു ഉത്തരമുണ്ടോ? ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലും അതുപോലെ 7 കേന്ദ്രഭരണ പ്രദേശങ്ങളും എടുത്തു നോക്കിയാൽ ഇത്തരത്തിൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റി വെച്ച് തുടർ നടപടികൾ സ്വീകരിച്ച ഇന്ത്യയിലെ ഏക ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. ആ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം തുടർ നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റിന് യാതൊരു മടിയുമില്ല. ഞാൻ താങ്കളുടെ വാട്സപ്പിലേക്ക് ഒരു ഉത്തരവ് അയച്ചു തന്നിട്ടുണ്ട്. ആ ഉത്തരവ് 15/7/2023 അതായത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് കൃത്യമായി 1 വർഷവും 1 മാസം മുമ്പ് ഈ കേരളത്തിലെ ഗവൺമെന്റ് പുറത്തിറക്കിയ ഉത്തരവാണ്. താങ്കൾക്ക് പറ്റുമെങ്കിൽ ആ ഉത്തരവ് ഒന്ന് നോക്കുക. സാംസ്കാരിക വകുപ്പ് സംസ്ഥാനത്ത് സിനിമാ നയം രൂപീകരിക്കുന്നതിനുള്ള കരട് തയ്യാറാക്കുന്നതിനായി കമ്മിറ്റി രൂപീകരിച്ച് ഉത്തരവാകുന്നു. ഉത്തരവ് 15/7/2023 അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പ്രസിദ്ധീകരിക്കുന്നതിന് കൃത്യമായി 13 മാസങ്ങൾക്ക് മുമ്പാണ്. അതിന്റെ 2ാമത്തെ പാരഗ്രാഫ് ഒരു കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം പ്രസ്തുത കമ്മിറ്റി കരട് സിനിമാ നയം തയ്യാറാക്കുമ്പോൾ ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റിയുടെ ശുപാർശകൾ കൂടി പരിശോധിച്ച് ഉചിതമായ നിർദ്ദേശങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കേണ്ടതും സിനിമയിലെ പ്രീ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എക്സിബിഷൻ എന്നീ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ അഭിപ്രായം കൂടി കണക്കിലെടുക്കേണ്ടതാണ്. അത്തരത്തിൽ ഷാജി എൻ കരുൺ ചെയർമാനായി എല്ലാ മേഖലകളിലും ഉള്ളവരെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റിയെ 13 മാസം മുമ്പ് വെച്ച് ആ കമ്മിറ്റിയുടെ കാലാവധി 2 മാസമാണ്. 3ാമത്തെ പാരഗ്രാഫ് താങ്കൾ വായിക്കുക. കരട് സിനിമാ നയം 2 മാസത്തിനുള്ളിൽ സർക്കാരിൽ സമർപ്പിക്കേണ്ടതാണ്. അങ്ങനെ വന്നിരുന്നുവെങ്കിൽ 2023 9ാം മാസത്തിനുള്ളിൽ ഈ കരട് പുറത്തു വന്നേനെ. ആ കമ്മീഷൻ സമയം കൂട്ടിച്ചോദിച്ചു, സമയം കൂടുതൽ അനുവദിച്ചു. ഹേമ കമ്മിറ്റിക്ക് തന്നെ 6 മാസം അനുവദിച്ച് 2 വർഷം കൊണ്ടാണ് റിപ്പോർട്ട് കൊടുത്തത്. സ്വാഭാവികമായും ഇത്തരം കമ്മിറ്റികൾ നടത്തേണ്ട പഠനം നിരവധി ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കേണ്ടതുകൊണ്ട് ടൈം എക്സ്റ്റെൻഡ് ചെയ്യും. അതായത് 13 മാസം മുമ്പ് തന്നെ സിനിമാ മേഖലകളിൽ ഒരു ചലച്ചിത്ര നയം പ്രഖ്യാപിക്കാൻ ഉള്ള നടപടിക്രമങ്ങൾ ഗവൺമെന്റ് ആരംഭിച്ചു. അത്തരത്തിൽ ആ കമ്മിറ്റി സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന കരട് നയത്തെയാണ് ഒരു കോൺക്ലേവിലൂടെ സിനിമാ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ ആളുകളിലേക്കും എത്തിച്ച് ചർച്ച ചെയ്യാനും ആ കരട് അംഗീകരിച്ച് ഒരു സിനിമാ നയം, ഒരു ചലച്ചിത്ര നയം തന്നെ രൂപീകരിക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിച്ചിരിക്കുന്ന 1ാമത്തെ കാര്യം. 2ാമത്തെ കാര്യം, ഇവിടെ ബഹുമാനപ്പെട്ട നടി അടക്കം സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ശക്തമായിട്ടുള്ള ആവശ്യം ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റിലും ICC ഉണ്ടാക്കുക എന്നതാണ്, ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഉണ്ടാക്കുക എന്നതാണ്. വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവ് വന്നത് കൃത്യമായി പറഞ്ഞാൽ 17/3/2022 2.5 വർഷങ്ങൾക്ക് മുൻപാണ്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ പ്രൊഡക്ഷൻ യൂണിറ്റുകളിലും ICC ആരംഭിച്ചിരിക്കുന്നു. ആ ICCയിൽ കൃത്യമായി വനിതാ കമ്മീഷൻ അടക്കം മിന്നൽ പരിശോധന നടത്തുന്നു. ആരാണ് ICCയുടെ മെമ്പർമാർ? അതിന്റെ ചെയർമാനായി പുരുഷന്മാർ ഇരിക്കുന്ന ICC വരെ കയ്യോടെ പൊക്കി അവിടെ വർക്ക് ചെയ്യുന്ന മുഴുവൻ സ്ത്രീകളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്ന നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ ഈ ഹേമ കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിനിമ, ടെലിവിഷൻ, സീരിയൽ മേഖലകളിലെ തർക്കങ്ങൾ പരിഹരിക്കാനും ഗുണപരമായ മാർഗനിർദ്ദേശങ്ങൾക്കും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ചൂഷണം തടഞ്ഞ സംരക്ഷണം നൽകാൻ നിയമപരമായ അധികാരങ്ങളോടെ ഒരു ജുഡീഷ്യൽ ട്രൈബ്യൂണൽ രൂപീകരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി നിയമനിർമ്മാണം നടത്തുക. അത്തരത്തിലൊരു നിയമനിർമ്മാണത്തിലേക്ക് ഒരു സിനിമാ നയം പ്രഖ്യാപിച്ചതിന് ശേഷം 2ാമത്തെ ഘട്ടത്തിൽ കടക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ഈ 24 ശുപാർശകൾ മുന്നോട്ട് വെച്ചതിൽ പകുതിയിലധികം ആർട്ടിസ്റ്റുകളുടെ തുല്യവേതനം, പരാതി പരിഹരിക്കാനുള്ള ഫലപ്രദമായ സംവിധാനം, താമസം, ഗതാഗതം, സമഗ്രമായ സിനിമാ നയം, വനിതാ സിനിമകളെ പ്രോത്സാഹിപ്പിക്കണം, എല്ലാ താലൂക്കുകളിലും 1-ലധികം തിയേറ്റർ, ഏറ്റവും നല്ല സിനിമ, വനിതാ സിനിമയ്ക്ക് അവാർഡ്, ചിത്രാഞ്ജലി കോംപ്ലക്സ് ശക്തിപ്പെടുത്തണം, ഇന്റേൺഷിപ്പ്, സിനിമ പഠന കേന്ദ്രങ്ങൾ വനിതകൾക്ക്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ സിനിമാ രംഗത്ത് വനിതകളും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന വനിതാ സംവിധായകർ അവരെ പ്രോത്സാഹിപ്പിക്കാൻ 1.5 കോടി രൂപ ഓരോ വർഷവും ഗവൺമെന്റ് മാറ്റിവെക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ എണ്ണി ചെലവാക്കിയ തുകയടക്കം വ്യക്തമായി പറഞ്ഞിരുന്നു. അത് നമ്മൾ തത്സമയം കൊടുത്തതാണ്. ഇന്നലെ അതിലൊരു ചർച്ച നടന്നതുമാണ്. ഞാൻ ചോദിക്കുന്നത്, താങ്കൾ ഹൈക്കോടതിയിലെ പ്രാക്ടീസിംഗ് ലോയർ ആണല്ലോ. ഒരു നിയമപരമായ കുറ്റകൃത്യം നേരിടുന്നതും ഒരു മേഖലയിലെ ക്ഷേമം ഉറപ്പാക്കുന്നതും ഒരേപോലെ കാണാൻ കഴിയുന്ന കാര്യമാണോ? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായ പശ്ചാത്തലം നമുക്കറിയാം. അതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഏറ്റവും ഗുരുതരമായ കാര്യം ഈ തൊഴിൽ മേഖലയിൽ സ്ത്രീകൾ അതിഗുരുതരമായ ലൈംഗിക ചൂഷണത്തിന് വിധേയരാകുന്നു എന്ന കുറ്റകൃത്യമാണ്. അതൊരു പ്രധാനപ്പെട്ട പാർട്ടാണ്. അതിൽ സർക്കാർ എന്ത് നടപടിയെടുത്തു? ഈ ഹേമ കമ്മിറ്റിയെ വയ്ക്കാൻ കാരണം പ്രധാനമായും ടു സ്റ്റഡി ആൻഡ് മേക്ക് റെക്കമെൻഡേഷൻ ഫോർ സോൾവിംഗ് ദ ഇഷ്യൂസ് അറൈസിംഗ് ഔട്ട് ഓഫ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇൻ മലയാളം സിനിമ. സ്റ്റഡി ആൻഡ് റെക്കമെൻഡേഷൻ. അവർ സ്റ്റഡി നടത്തി 2 കൊല്ലം കഴിഞ്ഞ് റെക്കമെൻഡേഷൻസ് വന്നു. അതിൽ ഒരിടത്തു പോലും ഇന്ന ക്രിമിനൽ ഹരാസ്മെന്റ്, ക്രിമിനൽ കേസിന് എടുക്കാൻ പറ്റിയ സാഹചര്യം ഇവിടെയുണ്ട്, നടപടി എടുക്കണം എന്ന് ഒരിടത്തുമില്ല. 2 തരത്തിലുള്ള പഠനങ്ങളും റെക്കമെൻഡേഷനുമാണ് നമുക്കുള്ളത്. ഒന്ന്, കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം ഈ രാജ്യത്തെ നിയമസഭയും ലോകസഭയും പാസാക്കിയ നിയമപ്രകാരമുള്ള എൻക്വയറി, അത് ജുഡീഷ്യൽ എൻക്വയറിയാണ്. 2ാമത് പഠനങ്ങൾ നടത്തുന്ന സാധാരണ കമ്മിറ്റികൾ.
ഒരു കമ്മീഷന്റെ മുമ്പിൽ കൊടുക്കുന്ന മൊഴി കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം സത്യപ്രസ്താവന നടത്തി ക്രോസ് എക്സാമിനേഷന് വിധേയമാക്കി ആധികാരികമായ നിയമ പരിരക്ഷയുള്ള മൊഴികളാണ്. ഒരു കമ്മിറ്റിയുടെ മുന്നിൽ കൊടുക്കുന്നത് ആര് എപ്പോ എങ്ങനെ കൊടുത്തു എന്ന് കൃത്യമായിട്ടുള്ള രേഖകളില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു സത്യപ്രസ്താവന ഇല്ല. അത് രഹസ്യ സ്വഭാവം ഉണ്ടാവും, എഴുതി വെക്കും, അത്തരത്തിലുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ കമ്മീഷന് കൊടുത്ത സത്യപ്രസ്താവന ചെയ്തുള്ള മൊഴിയെ തുടർന്ന് വരുന്ന റിപ്പോർട്ടാണെങ്കിൽ നേരിട്ട് ആ റിപ്പോർട്ടിനെ തുറന്ന് ആക്ട് ചെയ്യാൻ നമുക്ക് ആക്ട് ചെയ്ത് മുന്നോട്ട് പോകാം. ഇതിൽ കൃത്യമായി പ്ലേസ് ഓഫ് ഒക്യുറൻസ്, ടൈം ഓഫ് ഒക്യുറൻസ്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ഒക്യുറൻസ്, വിക്ടിം ആര്, പ്രതി ആര് എന്ന ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ ബേസിക് ആയിട്ടുള്ള ഒരു വിവരങ്ങളും ഇപ്പോൾ ഗവൺമെന്റിന്റെ മുന്നിലില്ല. ആരാ ജസ്റ്റിസ് ഹേമ? ജസ്റ്റിസ് ഹേമ അഭിഭാഷകയായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നേരിട്ട് ജില്ലാ ജഡ്ജി സെലക്ഷൻ കിട്ടിയ ഒരു വ്യക്തിയാണ്. വർഷങ്ങളോളം ജില്ലാ ജഡ്ജിയായിരുന്നു. നിരവധി പേരുകെട്ട കൊലക്കേസ് അടക്കം ട്രയൽ നടത്തിയ ജഡ്ജിയാണ്. അതിനുശേഷം ഹൈക്കോടതിയിലേക്ക് എലിവേറ്റ് ചെയ്യപ്പെട്ടു. 10 വർഷത്തോളം ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്നു. ഞാനൊരു അഭിഭാഷകനായി ഹൈക്കോടതിയിൽ വരുമ്പോൾ ജസ്റ്റിസ് ഹേമ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ജഡ്ജിയായിരുന്നു. എനിക്ക് നേരിട്ട് തന്നെ ആ കോടതിയിൽ അപ്പീർ ചെയ്തുള്ള പരിചയമുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് അത്തരത്തിൽ ജസ്റ്റിസ് ഹേമയുടെ മുന്നിൽ ഏതെങ്കിലും ഒരു വനിത വന്ന് എനിക്ക് ഇത്തരത്തിലൊരു ഒഫൻസ് ഉണ്ടായി, ഒഫൻസിൽ ഭാഗവാക്കാകേണ്ടി വന്നു, അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം അത് പരാതിയുമായിട്ട് മുന്നോട്ട് പോകുവാനോ പരാതി യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ട ഇന്ന പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മൊഴി കൊടുക്കണമെന്നും ആദ്യം ഒരു കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യണമെന്നും പറയുകയല്ലേ ഒരു ജഡ്ജി ചെയ്യുക? അതിൽ ഗേൾസ് എന്ന് പറഞ്ഞു, ഇതിന്റെ റിപ്പോർട്ടിലുണ്ട്. ഇപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട സിനിമാ നടി തന്നെ സൂചിപ്പിച്ചു ഗേൾസ് എന്ന് വന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ട്. അത് പോസ്കോ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണെങ്കിൽ ഒരു കുറ്റകൃത്യം നടന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അത് മറച്ചുവെച്ചാൽ ആ മറച്ചുവെക്കുന്നയാളും പ്രതിയാണ്. ജസ്റ്റിസ് ഹേമയുടെ മുന്നിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ 18 വയസ്സിൽ താഴെയുള്ള ഒരാളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യം നടന്നു എന്ന് ജസ്റ്റിസ് ഹേമയുടെ മുന്നിലേക്ക് വന്നാൽ ആ കുറ്റകൃത്യം മറച്ചു വെക്കാൻ പറ്റുമോ? ഒരു വ്യക്തിയുടെ മുന്നിലോ പോലീസുകാരന്റെ മുന്നിലോ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനോ പോലെയല്ലല്ലോ ഒരു ഹൈക്കോടതിയിൽ വർഷങ്ങളായി ജഡ്ജ് ആയിട്ടിരുന്ന ഒരു വനിതാ ജഡ്ജിയുടെ മുന്നിൽ വരുന്ന ഒരു മൊഴി, കൺഫെഷൻ അല്ല, ഒരു മൊഴി. ആ മൊഴിയിൽ ഏതെങ്കിലും തരത്തിൽ പോസ്കോ ഒഫൻസ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അവർ തന്നെ അത് റെക്കോർഡ് ചെയ്ത് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കണമായിരുന്നു. അല്ലെങ്കിൽ ഒരു 0 FIR രജിസ്റ്റർ ചെയ്യാൻ എവിടെ ഇരുന്നാണോ അത് കേൾക്കുന്നത് അവിടുത്തെ പോലീസിന് നിർദ്ദേശം കൊടുക്കാമായിരുന്നു. അത്തരത്തിലൊരു സാഹചര്യങ്ങൾ ഇല്ല എന്നതുകൊണ്ടാണ് ലൈംഗിക കുറ്റകൃത്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗത്ത് ഗേൾസ് ബാർ വിമൻ എന്ന് ഒരു കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിന്റെ മുന്നിൽ വന്നാൽ അതെന്താണെന്ന് ജസ്റ്റിസ് ഹേമയോട് അന്വേഷിക്കണമെന്ന് പോലും തോന്നാത്ത അത്ര നിസ്സാരമാണോ സർക്കാരിന്റെ റിപ്പോർട്ട്? അല്ല, താങ്കൾക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറയുന്നത് സർക്കാർ അത് നിസ്സാരമായി കണ്ടു എന്നല്ല. ഈ കേരളത്തിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ജുഡീഷ്യൽ ഓഫീസറുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു മൊഴിയിൽ ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ച് മുന്നോട്ട് പോകണമെന്ന് ഒരു ശുപാർശ കൊടുക്കുന്നതിൽ എന്തായിരുന്നു മടി? ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പറഞ്ഞതാണ് പോയിന്റ്. പരാതി ഉണ്ടോ, കേസ് രജിസ്റ്റർ ചെയ്യും. ഇപ്പോ ഒരു വിക്ടിം ഇല്ലാതെ, പ്രതിയില്ലാതെ, പ്ലേസ് ഓഫ് ഒക്യുറൻസ് ഇല്ലാതെ, ടൈം ഓഫ് ഒക്യുറൻസ് ഇല്ലാതെ, ഡേറ്റ് ഓഫ് ഒക്യുറൻസ് ഇല്ലാതെ ഒരു FIR ഈ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ ആ FIR കൺസേൺഡ് കോടതിയിൽ ചെല്ലണം. ആ കോടതിയിൽ ചെന്നാൽ ഈ FIR സസ്പെൻഡ് ചെയ്യപ്പെടുമോ?